ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഈവനിങ് സ്നാക്ക് ആയിട്ടുള്ള ഏലാഞ്ചിൻ്റെ വീഡിയോ ആയിട്ടാണ്. നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഒരു 1/4 കപ്പോളം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുത്ത് വെള്ളമെല്ലാം വറ്റി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഏലാഞ്ചിക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ആണ് നമ്മൾ റെഡിയാക്കിയത്. അപ്പോൾ ഇതിൽ കുറച്ച് ഏലക്കായിൻ്റെ പൊടിയും കൂടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഫില്ലിംഗ് റെഡിയായി. ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് തന്നെയാണ്. എന്നാൽ നല്ല ടേസ്റ്റിയാണ്. ഇനി ഒരു ബൗളിലേക്ക് ഞാനിവിടെ 4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നാല് കപ്പ് മൈദ എടുക്കുമ്പോൾ 4 മുട്ട എടുക്കണം. അപ്പോൾ മുട്ട നമുക്ക് മൈദയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് യെല്ലോ കളർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. നല്ല കളറുള്ള മുട്ടയാണെങ്കിൽ കളർ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മുട്ടൻ്റെ കളർ തന്നെ ഉണ്ടാവും. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല ലൂസ് ബാറ്റർ ആക്കിയിട്ട് എടുക്കണം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ ഒരു പാകത്തിനാണ് ബാറ്റർ ലൂസായിട്ട് കിട്ടേണ്ടത്. നമ്മൾ ദോശ ഉണ്ടാക്കുന്ന ബാറ്റർ തിക്കായാൽ നമുക്ക് ദോശ നൈസായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് നന്നായിട്ട് വെള്ളം ചേർത്തിട്ട് ലൂസാക്കി എടുക്കണം. എന്നിട്ടൊരു പാനിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ല നൈസായിട്ടുള്ള ദോശ ചുട്ടെടുക്കണം. ഇത് നമ്മൾ തിരിച്ചിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതേ ഉള്ളൂ. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ നീളത്തിൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ റോൾ ചെയ്താൽ മതി. ഈ ഒരു രീതിയിലാണ് നോർമലി ഏലാഞ്ചി റോൾ ചെയ്യാൻ. പിന്നെ ഈ തേങ്ങൻ്റെ ഫില്ലിങ്ങിന് പകരം തേങ്ങ കുക്ക് ചെയ്യാണ്ട് അതിൽ പഴം അവിലെല്ലാം ചേർത്തിട്ട് ഏലാഞ്ചി ഉണ്ടാക്കും. പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് ഇതേ ബാറ്ററിൽ തന്നെ നമ്മൾ ഫില്ലിങ് തീർന്നു പോയാൽ ജസ്റ്റ് കുറച്ച് ഗീയും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് റോൾ ചെയ്തിട്ട് കഴിക്കാം. അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഉണ്ടാക്കുന്ന തന്നെ ആയിരിക്കും. എന്നാലും അറിയാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അതുപോലെ നമ്മുടെ ചാനൽ അലാമി കിച്ചൺ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. Are you happy now?